വാഹനം ഓടിച്ച് തന്നെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഇട്ടപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാ കുഴികളെല്ലാം മാറിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ഗിയർ കൊടുക്കുക. അപ്പൊ പിന്നെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാൽ എടുക്കുന്നതല്ല, സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുക്കുന്നത്. വാഹനം ഓടിച്ച് തന്നെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ വാഹനത്തിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് വണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ക്ലച്ച് ഓട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാക്കി വെക്കണം. കാരണം നമ്മളൊരു വണ്ടി റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാഹനം എടുക്കുന്ന സമയത്തെല്ലാം അതുപോലെ നമ്മൾ തിരിയുമ്പോഴെല്ലാം നമുക്ക് മിററുകൾ കൃത്യമായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ മിററൊക്കെ കൃത്യമാക്കി വെക്കുക. നമ്മളൊരു വാഹനം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങളൊരു വാഹനം ആദ്യമേ എടുക്കാവൂ. നമ്മളിപ്പോൾ റോഡിലാണ് വാഹനം കിടക്കുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റോട്ടാണ് എടുക്കുന്ന സമയത്ത് മിററിൽ കറക്റ്റായിട്ട് നോക്കി വാഹനം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇൻഡിക്കേറ്റർ കൊടുത്ത് നിങ്ങൾ വാഹനം എടുക്കുക. ഇപ്പൊ ഞാൻ വാഹനം വരുന്നുണ്ട്, അപ്പൊ ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വാഹനം ഇല്ല എന്ന് കണ്ടാലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വാഹനം ഇല്ല എന്ന് കണ്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുക്കുന്നു. പതിയെ കാലെടുത്തതിന് ശേഷം നമ്മൾ വാഹനത്തിന്റെ സ്പീഡിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറുന്നുണ്ടെന്ന് നോക്കണം ആദ്യം. അപ്പൊ നമ്മൾ ഇത്ര തിരക്കാണെങ്കിലും ഒരു വാഹനം ഓപ്പോസിറ്റ് വന്നാലും നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാരണവശാലും മാറാൻ പാടില്ല. നിങ്ങൾ എല്ലാ ഗിയറും ഇട്ടു എന്ന് കണ്ടോടെ നമുക്ക് കിട്ടുന്ന ഒരു ഡ്രൈവർ ആകുന്നില്ല. നമ്മളിപ്പം ഞാനിപ്പോ ഫസ്റ്റ് സെക്കൻഡ് ഇട്ടപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. എന്റെ വാഹനം ലെഫ്റ്റ് സൈഡിൽ നിന്ന് എങ്ങോട്ട് പോകാതെ വന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, സെക്കൻഡ് ഗിയർ കൊടുത്തത്. നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ വാഹനം ലെഫ്റ്റ് സൈഡിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. നമ്മുടെ കൺട്രോളിലായിരിക്കണം എപ്പോഴും ഒരു വാഹനം. നമ്മളിപ്പോ ആക്സിലേറ്റർ അത്രയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, ആക്സിലേറ്റർ കൂട്ടി കൊടുക്കണ്ട. ഞാൻ എല്ലാ വീഡിയോയിലും നേരത്തെ പറയുന്നത് പോലെ നമ്മളൊരു 2, 3, 4 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ എനിക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്, ഞാനപ്പോ ആ ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ നോക്കി എന്റെ വാഹനത്തെ അവിടേക്ക് കൊണ്ടിരുന്നു, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു കൺട്രോൾ ഞാൻ സെക്കൻഡിൽ തന്നെ എനിക്കൊരു വാഹനം കൺട്രോൾ ചെയ്ത് കറക്റ്റായിട്ട് തിരിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗിയറിൽ തന്നെ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനം ഓടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ വാട്സ്ആപ്പ് നമ്പറായ 8606190693 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പ്രായം ഒരു പ്രശ്നമല്ല. ഏത് ജില്ലയിലായിരുന്നാലും സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് തരുന്നു. നമ്മൾ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നെങ്കിൽ ജോ ഡ്രൈവിംഗ് എന്നുള്ള ചാനലിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്തൊരു ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേഗത്തിൽ ഒരു 5, 10 ആക്സിലേറ്റർ വേഗത്തിൽ താക്കുക. അതിൽ മൂവ്മെന്റ് ആണ് എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ഞാനിപ്പോ ഇടുന്ന 5, 10 പേപ്പർ കൂട്ടി ആക്സിലേറ്റർ മാറ്റി വേഗം ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. കണ്ടില്ലേ? തേർഡ് ഗിയർ കൊടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റിലും സെക്കൻഡിലും ക്ലച്ചിൽ നിന്ന് കാലെടുത്തപ്പോഴല്ല ഞാൻ തേർഡ് ഗിയറിൽ നിന്ന് കാലെടുത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും ഓടിച്ചിട്ട് നിങ്ങൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ തേർഡ് ഗിയർ ഇട്ടതിന് ശേഷം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ചെയ്താൽ നിങ്ങൾക്ക് കാലെടുക്കാൻ നിങ്ങൾ താമസിക്കുന്നു. അപ്പൊ നമ്മൾ വാഹനം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് ചിലപ്പോൾ എല്ലാ റോഡും സ്ട്രെയിറ്റ് റോഡ് അല്ലാത്തതുകൊണ്ട് സ്ലോപ്പ് ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് എന്ത് ചെയ്തില്ല, നിങ്ങൾ ക്ലച്ചിലൂടെ എടുക്കുമ്പോൾ താമസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ചിന്റെ താഴെയൊക്കെ പ്ലേ ആണ്, അതായത് ക്ലച്ചില്ല. അപ്പം ഒരു സെന്ററിന്റെ മേലോട്ട് വരുന്നുണ്ടാണ് ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ താഴെ വെച്ചുകൊണ്ടിരിക്കും, വാഹനത്തിന് ഉരുളിച്ച കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ സമയത്ത് കൊണ്ട് എന്ത് ചെയ്യും, ആ ഗിയറിൽ പോകാനുള്ള ഒരു ഇത് ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതാണ് വണ്ടി ഇടിച്ച് ഓഫായി പോകും. അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഗിയറിലേക്ക് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ സ്ട്രെയിറ്റ് തന്നെ നോക്കി. നമ്മളൊരു വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ നമുക്ക് ഒരു ഗിയർ നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നോക്കിയല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴും നമ്മൾ ഗിയർ ഇടുമ്പോഴും നമ്മൾ നോക്കിയല്ല നമ്മൾ ഗിയർ ഇടേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടാതെ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് വേണം, നമ്മൾ നേരെ സ്ട്രെയിറ്റ് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഗിയർ ഇടണം. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു വാഹനമുണ്ട്, എനിക്ക് തേർഡ് ഗിയർ പോകത്തില്ല. വേഗം ഞാൻ ഇത് ക്ലച്ച് ആക്സിലേറ്റർ മാറ്റി ക്ലച്ച് വേണ്ടി ഡൗൺ ആക്കി കൊടുത്ത് ഗിയർ സെക്കൻഡിലേക്ക് മാറ്റി, കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഒരു വാഹനത്തിന് ഗിയറുകളെല്ലാം ഇടുമ്പോൾ നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ നോക്കിക്കൊണ്ട് ഇടരുത്. നിങ്ങൾ നേരെ സ്ട്രെയിറ്റ് നോക്കി തന്നെ ഫസ്റ്റ് ആണോ, ഫസ്റ്റ് കറക്റ്റായിട്ട് സെക്കൻഡ് വീഴുന്നുണ്ടോ, ആ സെക്കൻഡ് നേരെ സ്ട്രെയിറ്റ് നമുക്ക് ആ തേർഡ് ഗിയർ എവിടെയാണ് കിടക്കുന്നത്, അപ്പോൾ തേർഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, അതേപോലെ തന്നെ ഫോർത്ത് ഗിയർ കറക്റ്റായിട്ട് ഫോർത്ത് ഗിയർ വരുന്നത്, ഇതൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡില്, വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡില് നിങ്ങൾ നേരെ ഓടിച്ചുകൊണ്ട് തന്നെ ഇട്ട് നോക്കുക. വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗിയർ ഇടാൻ പറ്റുന്നുണ്ടോ എന്ന്. അല്ല ചെറിയ റോഡുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, കറക്റ്റായിട്ട് ഒരു പ്രാക്ടീസ് ഗിയറിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് ഒക്കെ തെറ്റിപ്പോകുന്നത്. അപ്പൊ നിങ്ങൾ ഗിയറുകൾ ഇടുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ കൃത്യമായിട്ട് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, ക്ലച്ച് ചവിട്ടി നിങ്ങൾ ഗിയർ കൊടുക്കാവൂ. അതേപോലെ തന്നെ നിങ്ങൾ ഇതിന്റെ കുഴികളോ ഹമ്പുകളോ കട്ടറുകളോ ഒക്കെ ഉള്ള റോഡുകൾ നിങ്ങൾ അഡ്വാൻസ് തന്നെ നിങ്ങൾ
ഗിയർ ഡൗൺ ചെയ്ത് തന്നെ ഓടിക്കുക. നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞ് ബാലൻസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഗിയർ ഒക്കെ ഇടാവൂ. അപ്പൊ നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ, അതേപോലെ നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിലും നമുക്ക് അതേ തന്നെ എന്ത് ചെയ്യാം, വേഗത്തിൽ നമുക്ക് ചവിട്ടാനോ അതുപോലെ തന്നെ സ്പീഡ് നമുക്ക് ആ കൺട്രോളിൽ തന്നെ വാഹനം നിർത്താം. അപ്പൊ നമുക്ക് കട്ടറുകളിലും കുഴികളിലും എല്ലാം മാറിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ഗിയർ കൊടുക്കുക. അപ്പൊ പിന്നെ ഫസ്റ്റ് ഗിയർ എടുത്തു, ഞാനിപ്പോ എനിക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കണം. എന്ത് ചെയ്തു, ഞാൻ എന്റെ സൈഡിൽ നിന്ന് മാറാതെ തന്നെ നമ്മളപ്പോ ഗിയർ മാറുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ തന്നെ ആക്കിയതിനു ശേഷം സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പായിരുന്നു, കണ്ടില്ലേ? എന്നിട്ട് ബലം കൊടുക്കരുത്, നേരെ എന്ത് ചെയ്യുക, ആക്സിലേറ്ററിൽ നിന്ന് മറ്റേ ക്ലച്ച് വിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു, കണ്ടില്ലേ? ഗിയർ മാറി. അതിനുശേഷം വീണ്ടും നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന പോലല്ല സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്വല്പം കൂടെ സ്പീഡിലായിരിക്കണം. നിങ്ങൾ ചെറിയ കുഴികളൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ കുലുക്കങ്ങളൊക്കെ എന്നത് കാണാം നിങ്ങൾക്ക്. ഞാൻ സെക്കൻഡ് ഗിയറിൽ അതുകൊണ്ടാണ് പോകുന്നത്. ചെറിയ ചെറിയ കുഴികളൊക്കെ റോഡിലുണ്ട്, പതിയെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ സൈഡിൽ തന്നെ ചേർത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വാഹനം കൃത്യമായിട്ട് ഓടിക്കുക. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ബലത്തിൽ പിടിച്ചോണ്ടിരിക്കാനല്ല, തിരിക്കാനാണ്. ഇത് കണ്ടില്ല, ഞാനിപ്പോ എനിക്ക് ഇപ്പൊ കട്ടറുകൾ മാറി, എനിക്കിപ്പോ തേർഡ് ഗിയർ കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു, സ്വല്പം കൂടെ ആക്സിലേറ്റർ കൂട്ടിയതിനു ശേഷം ആക്സിലേറ്റർ ഒന്ന് മാറ്റി. അപ്പൊ ആ സമയത്തെല്ലാം എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്നില്ല, കണ്ടോ? ഞാൻ അപ്പൊ സ്റ്റിയറിംഗ് ഒന്ന് വിട്ടു നോക്കിയാലും എന്നെ പോകുന്നില്ല, ഉറപ്പായിരുന്നു, കണ്ടില്ലേ? അതിനുശേഷം ഞാൻ സ്വല്പം ആക്സിലേറ്റർ കൊടുത്തു, ആക്സിലേറ്റർ മാറ്റി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു, കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഓരോ ഗിയറുകളിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ നമ്മൾ നേരെ വരുന്നു, ആ സ്റ്റിയറിംഗിൽ നമ്മുടെ വാഹനം എങ്ങോട്ടാണെന്ന് അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗിയറിലേക്ക് ഉടനെ കാല് ക്ലച്ച് ചവിട്ടി ഗിയറിലേക്ക് പോകാൻ ശ്രമിക്കാതെ നമ്മുടെ സൈഡിൽ തന്നെ ആണ് വാഹനം. നിങ്ങൾ ആ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഗിയർ ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റാതെ നമുക്ക് ഗിയറുകളൊക്കെ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായി. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്നറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.